അറിയിച്ചതാ, ഒക്കെ അറിയിച്ചതിന് ശേഷമാണ് ചെയ്തത്. അന്ന് അവർക്ക് വരാൻ കഴിയൂല എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ മീറ്റിംഗ് കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ജിതിനും വേറൊരു ഫാമിലിയിലെ വേറൊരു മെമ്പറും കൂടിയും ഇതാണ്. നമ്മളെ ഭാഗത്ത് ഞാൻ മാത്രമേ മെമ്പറുള്ളൂ, മുബീൻ ഇല്ല. ആ അത് മുഖ്യമന്ത്രിന്റെ അടുത്തത് നമ്മളാ കയറേണ്ടി, മുഖ്യമന്ത്രിന്റെ ഡോറിലേക്ക്. അപ്പോഴാണ് ഇതാണ്. അതിന് മുമ്പേ ഞാൻ അവനെ വിളിച്ചിന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ പിന്നെ ഒരു 2000 രൂപ ഞാൻ കൊടുത്തു എന്നുള്ള, അത് ഞാൻ കൊടുത്തു എന്തോന്ന് അവൻ പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന്. അതായത് നമ്മളൊരു ആത്മീയ നേതാവ്, നമുക്കൊരു ആത്മീയ ഗുരു എൻ്റെ വീട്ടിൽ വന്ന് അർജുൻ്റെ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ ഒരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ്. ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കൊടുത്തത്. അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളൂ, അതിന് കണ്ടാൽ മതി. നമ്മളൊരു പ്രായമുള്ള ആളുകൾ, നമുക്കൊരു ഉസ്താദാണെങ്കിൽ അവർക്കൊരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി. ആ അപ്പൂപ്പനും മോൻക്ക് ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മളെ കോഴിക്കോട് മലബാറിൻ്റെ ഒരു ഇതാണ്, ആ ഒരു മാമൂല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനൊന്നും ഇത്ര ഇതാവേണ്ട ആവശ്യമില്ല. ഒരു വീഡിയോ എടുത്ത് പ്രചരിക്കപ്പെട്ടു. അതായത് അവര് ഞാനൊന്നറിയില്ല. അല്ല അതൊക്കെ ആര് ചെയ്തു എന്നുള്ളത് അന്വേഷിച്ചോളി. ഞാൻ എന്തായാലും ഒന്നും അങ്ങനത്തെ എത്ര എന്തൊക്കെ പ്രചരിപ്പിച്ചിക്കണ്. അപ്പൊ അങ്ങനെ ഇത് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഭയങ്കര ഇത് പോണത് വേറെ ഏതോ റൂട്ടിലേക്കാണെന്നുള്ളതിനോടാണ് നമ്മളെ ഫാമിലി ഇവിടെ കൂടിയത്. ഇതൊരു വേറെ റൂട്ടിലേക്ക് പോണത് പോകരുത്, ഇത് അവസാനിപ്പിക്കണോ. അതായത് നിങ്ങൾ ഇതിനെ എന്താ പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഉസ്താദ് അവരെ വീട്ടിൽ പോയതിനെ നിങ്ങൾ ഇതാക്കരുത്. ഇത് അതും നമ്മളെ ഫാമിലിയാണ്, ഈ പിന്നിലുള്ളതും നമ്മളെ ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ നിർത്തി. അതെ അതെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസങ്ങളിൽ 2 പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ദയവ് ചെയ്തിട്ട് ഈ കമന്റ്സ് ഇടുന്നത്. ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. എല്ലാം എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം എന്തിനാ? ഈ പത്രസമ്മേളനത്തിന്റെ അവസാനം കൺക്ലൂഷൻ എന്താണ്? അതിലേക്ക് വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അത് ഓര് പറയും. എനിക്ക് ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല. ഓര് പറയണത് ആ ഒരു എന്താണ് ഓല ഗ്രൂപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും 250-300 റുപ്യ ഇങ്ങനെ ഷെയർ ഇട്ടതാണ്, ചെലവിനിട്ടതാണ് ഇപ്പൊ ഈ പ്രശ്നം. അതിലെന്താ തെറ്റ്? അത് ഓല് പറഞ്ഞോളൂ, എനിക്ക് അതിലൊരു തെറ്റും തോന്നിയില്ല. ഞാൻ ഇന്നിപ്പോ ഞാൻ വേറൊരു വഴിക്ക് പോയത് ഞാനാണ് ഈ ലോറിന്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ്. ലോറിന്റെ മെയിൻ്റെനൻസ്, മറ്റ് വർക്കുകൾ മുബീന. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട്. അപ്പൊ ഇതില് ഞാനാ കണക്ക് കൂട്ടുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വഴിക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം. ഞാൻ ഓനക്ക് മാസം 75,000 കൊടുത്തിക്കണോ ഇല്ല എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല, ബത്താണ്. ഇനി അതൊന്ന് ഇനി അതിന്റെ പക്ഷെ അത് ഞാൻ പറയാനുള്ള, ഇനിയിപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ. ആ ഏജിൽ നിന്ന്
ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്നത് ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ ഒരു ഉപയോഗമില്ല. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെന്റ് അത് ഓൻ്റെ മക്കൾക്ക് അതൊരു ഓൻ്റെ മോനക്കൊരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടുകയും വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കൊടുക്കാൻ നമ്മളാണല്ലോ ഇപ്പൊ അത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ചുകൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര എന്ത് അതിന് മാത്രല്ല അത് സത്യമാണ് 75,000 ആണെന്നുള്ളത്. ആ 10 മാഡം. ഒരു ട്രിപ്പ് പോയി ചില സമയത്ത് ചിലപ്പോ എന്താവും, വണ്ടി ചിലപ്പം അല്ല കുറവാ 75,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനെ. അല്ല അത് വിടി, നമ്മൾ ആ ഒരു ഇനിയിപ്പോ ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് കാണിച്ചു. ഇതൊന്നും നമ്മള് ഒരു ചർച്ചാ വിഷയമാക്കാണ്ട് അതൊന്നും ഒരു വലിയ വിഷയങ്ങളല്ല. അതിപ്പോ നമ്മൾ ഓരോ മാക്സിമം സേഫ് ആക്കിയിട്ട് ഞങ്ങൾ ആവശ്യവും അർജുനെ അവിടുന്ന് കൊണ്ടുവരാന്നുള്ളതായിരുന്നു. അതെ, അത് കഴിഞ്ഞ് ഇനി അവരൊരു പത്രസമ്മേളനം നടത്തി. അതിന്റെ 2-3 എലിഗേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. ആ പത്രസമ്മേളനം നമുക്ക് ഒരു കാര്യം കൂടി, ആ പത്രസമ്മേളനം ചെയ്തതും നമുക്ക് പ്രശ്നമില്ല ഇനിയും. പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് ഞമ്മക്ക് വിഷമാവണതിനോണ്ടാണ് നമ്മളിപ്പോ ഈ പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയണത്, ഞാൻ ഓരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല. അതാണ് അവർക്ക് ഇത്ര വിഷമം, അവരെ വിഷമം ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ എടുത്തിട്ടില്ല. ഞങ്ങൾ പറയണത് അത് നമ്മൾ ഒഴിവാക്കുക. അത് നമ്മൾ തീരുമാനിച്ചു.